കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്ത് ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ചെയ്ത എല്ലാ വലിയ കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ട ഇന്ദുലേഖ ഗാന്ധി അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല വിവിധ മീറ്റിങ്ങുകൾ കർത്താവിൻ്റെ മേലോടുള്ള ബന്ധത്തിൽ വിശ്രമം കൂടാതെ പരിമിതികൾ നോക്കാതെ ദൈവസ്നേഹത്തിലും ദൈവശക്തിയിലും ഈ നാളുകളിൽ കർത്താവിൽ മുമ്പിലേക്ക് ഓടുവാൻ തക്കവണ്ണം പ്രിയ ആൻറ്റിയെ സ്വർഗത്തിൽ ദൈവം ബലപ്പെടുത്തുന്നുവല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് സകല മഹത്വവും കരയറ്റുന്നു. ഇനിയും കർത്താവ് ധാരാളമായി തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, അനേകരെ ഒരുക്കിയെടുക്കുവാൻ, അനേകർക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുവാൻ കടന്നു വന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കായും ഞാൻ കർത്താവിൻ്റെ നാമത്തെ സ്നേഹത്തെയും ആമേശ്വരം വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനകത്ത് വലിയ ഒരു ദൈവപ്രവൃത്തി ആമേശ്വരം ഇന്ന് രാത്രികാല കർത്താവ് തുടങ്ങി വെക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ ശക്തമായ ദൈവിക സന്ദേശവും വർഷിപ്പും ഒക്കെ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സ്തോത്രം ചെയ്യുന്നു. യാത്രയിലായിരുന്നെങ്കിലും എനിക്ക് കൃത്യസമയത്ത് കടന്നു വന്ന ഈ മീറ്റിങ്ങിനെ പങ്കുചേരുവാൻ ദൈവത്തെയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ആഴമായി പ്രാർത്ഥിക്കുന്നത് ഇരിക്കും. ഇന്ന് രാത്രികാലം ദൈവിക സന്ദേശവും ദൈവിക പ്രവചനങ്ങളും വെളിപ്പാടുകളും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് പകർന്നു തരുന്നത് എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവിക വെളിപ്പാടുകളും ദൈവിക ആലോചനകളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ സ്തോത്രം. ഇരിക്കുന്ന ജലത്തിന്റെ ദാഹം പോലെ ഇരിക്കും കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. എന്നിരുന്നാലും ഇന്ന് രാത്രി നമുക്ക് വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. പല നിലവാരങ്ങളിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ചിലര് വിടുതലിന്റെ ആഗ്രഹത്തോടു കൂടി ഇരിക്കും, അപ്പോൾ ദൈവം അവരോട് വിടുതലിന്റെ വചനം പറയും. ചിലര് സൗഖ്യത്തിന്റെ വിഷയമായിട്ടിരിക്കും, കർത്താവ് അവർക്ക് സൗഖ്യത്തിന്റെ വചനം അയച്ചു കൊടുക്കും. ചിലർ ആഴമായ ആത്മീക ബന്ധത്തിന്റെ അകത്ത് എനിക്കിത് പോരാ, ഇനിയും ദൈവത്തോട് എടുക്കണമെന്ന ആഴമായ ദാഹത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ആയിരിക്കും. അങ്ങനെയുള്ളവരെ കർത്താവ് ആഴമായ ആത്മീക ദാഹത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടിടയായി തീരും. എന്നിരുന്നാലും ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏത് വഴിയിലൂടെ കൊണ്ടുപോയാലും ഇന്ന് രാത്രികാലം സ്വർഗവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത ദൈവിക ബന്ധത്തിനകത്ത് ചില നിമിഷങ്ങൾ ഇരിപ്പാൻ തക്കവണ്ണം അമ്മ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഞാൻ എൻ്റെ സമയം ഓർക്കുന്നു, 9:30 എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. അതെ പാസ്റ്റർ. യെസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തിരുവെഴുത്ത് വായിച്ച് ഇന്ന് രാത്രികാലം ആഴമായ ദൈവിക ചിന്തകടകത്തേക്ക് ഇറങ്ങാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ പ്രയർ ഗ്രൂപ്പിനെ ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവനുള്ളവരായി, ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി, ദൈവകൃപയുള്ളവരായി ഞങ്ങൾക്കായിരിക്കാൻ ദൈവം തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വം കരയറ്റുകയും ചെയ്ത കർത്താവേ, ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സമ്പത്തല്ല, ഞങ്ങളുടെ ആരോഗ്യമല്ല, ഞങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളല്ല. എത്രയോ കഴിവും മിടുക്കമുള്ളവരൊക്കെ പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് എന്റെ കഴിവില്ലാത്ത ഞാനിങ്ങനെ ആയിരിക്കുന്നതാ, എന്റെ അവരെ പോലെ യോഗ്യതയില്ലാത്ത ഞാനിങ്ങനെ ആയിരിക്കുന്നതാ. ഇന്ന് രാത്രികാലം ഞങ്ങൾ മറക്കുന്നില്ല കർത്താവേ. ദൈവത്തിന്റെ അസാധാരണമായ ദയവ്, ദൈവത്തിന്റെ അസാധാരണമായ മനസ്സലിവ്, രാത്രികാലം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. ദൈവിക ശബ്ദത്തിനകത്ത് ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ദൈവം ഞങ്ങളോട് സംസാരിച്ചാലും, ദൈവം ഞങ്ങളോട് ഇടപെട്ടാലും ഞങ്ങൾക്ക് ഒത്തിരി പരിമിതികളുണ്ട്, ശാരീരികമായ ബലഹീനതകളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി പരിമിതികളുണ്ട്. വചനം മനസ്സിലാക്കുന്നതിൽ, അത് സ്വീകരിക്കുന്നതിൽ കർത്താവേ ഞങ്ങൾക്ക് ആവോളം പലപ്പോഴും കഴിയാറില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്ന് രാത്രികാലം ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. സ്വർഗീയ മന്ന ഞങ്ങൾക്ക് അയച്ചു തരണമേ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വലിയ കരം ഞങ്ങളുടെ മേൽ അസാധാരണമായി ചലിക്കുമാറാകണമേ. ദൈവകൃപ ചലിക്കട്ടെ. ഇന്ന് രാത്രി ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരുടെ മേലും
ദൈവത്തിന്റെ കരം ഇറങ്ങട്ടെ കർത്താവേ. ആര് വിശ്വാസത്തോടു കൂടി എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു ദൈവിക വെളിപ്പാട് ആവശ്യമാണ്, എനിക്ക് ദൈവശക്തി ആവശ്യമാണ്, എനിക്കൊരു പുതുക്കം ആവശ്യമാണ്, ഇന്ന് രാത്രികാലം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആര് ഈ മീറ്റിങ്ങിനകത്ത് കയറിയിരിക്കുന്നവോ അവർ ചിരിച്ചിറങ്ങുന്നത് അവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക ഇടപെടൽ ആമേശ്വരം വെളിപ്പെടുവാൻ തക്കവണ്ണം വലിയ മുഖാന്തരങ്ങൾ ഒരുങ്ങേണ്ടതിനാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവ് തന്നെ ലീഡ് ചെയ്താട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ വലിയ കവിഞ്ഞൊഴുക്ക ഇന്ന് രാത്രികാലം വെളിപ്പെടേണ്ടതിനാൽ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾ ആരംഭിക്കുകയാണപ്പാ. അവസാനിക്കുന്നത് വരെയും നിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം ഞങ്ങളെ നിറച്ചാട്ടെ. പ്രവചനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കാതുകളെ തുറക്കുന്നു, വെളിപ്പാട് ഞങ്ങളുടെ ആത്മീക കണ്ണുകളെ തുറക്കുന്നു. ദൈവിക സന്ദേശങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പകരപ്പെടട്ടെ. ഇത് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അത് ശക്തമായി ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം ഇറങ്ങട്ടെ. പട്ടണങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പട്ടണങ്ങൾ കീഴടക്കുന്ന ദൈവശബ്ദമായി മാറട്ടെ, രാജ്യങ്ങൾ കീഴടക്കുന്ന ദൈവശബ്ദമായി മാറട്ടെ, അസമാധാനത്തിനകത്തിരിക്കുന്നവരെ കീഴടക്കുന്ന ദൈവത്തിന്റെ സന്ദേശമായി മാറട്ടെ, ആത്മഹത്യക്കിരിക്കുന്നവരെ ആമേ സ്തോത്രം ഹല്ലേലൂയ ജീവനിലേക്ക് പിടിച്ചിറക്കുന്ന ദൈവിക ശബ്ദമായി മാറട്ടെ, രോഗികളെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവിക ശബ്ദമായി ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് മാറട്ടെ. ആമേ തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കുന്ന ദൈവിക ശബ്ദമായി ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് മാറട്ടെ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സ്ഥലത്തിലേക്ക് കയറി വരികയാണ്. ബലപ്പെടുത്തിയാലും ആത്മാവിൽ നിറച്ചാലും ദൈവിക സന്ദേശങ്ങൾ തന്ന ദൈവം ഞങ്ങളെ ആത്മാവിൽ നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ കർത്താവ് തന്നെ നടത്തണം. ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ ദൈവം തുറക്കണം. ഞങ്ങൾ ഇരിക്കുന്ന ആത്മീക മേഖലയെ ഞങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ട് മറച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും ഞങ്ങളെയും അങ്ങനെ രക്തം കൊണ്ട് മറച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വലിയ ദൈവ പ്രവൃത്തിക്കായി ഞങ്ങളൊക്കെ സകല മഹത്വങ്ങളൊക്കെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അവസാനിക്കുന്നവരെ ദൈവസാന്നിധ്യം കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വലിയ ഒരു സമയത്തിനകത്താണ് ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്നത് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും വളരെ ദാഹത്തോടു കൂടി വലിയ പ്രത്യാശയോടുകൂടി ഇന്ന് രാത്രികാലം കർത്താവിന്റെ സന്നിധിയിലേക്ക് ആയിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ സ്തോത്രം എല്ലാവർക്കും ആത്മാവിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്പൊ ഞാൻ പകലൊക്കെ വളരെ പ്രാർത്ഥനയോട് കൂടി ആയിരുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവം എനിക്കൊരു സന്ദേശം തന്നിട്ടുണ്ട്, അതെനിക്ക് പറയണം. പക്ഷെ ഇന്ന് രാത്രി ദൈവിക ഇടപെടൽ എങ്ങനെയാണ്, ദൈവിക നിയോഗം എങ്ങനെയാണ്, ഞാൻ അതിനു വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിനോട് പറഞ്ഞു, നിന്റെ മുമ്പിൽ ഒരു സന്ദേശമുണ്ട്, നിന്റെ മുമ്പിൽ ഒരു വെളിപ്പാടുണ്ട്, നിന്റെ മുമ്പിൽ ഒരു മെസ്സേജ് ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രിക്കാലം ഞാൻ ഇടപെടും, അതുപോലെ മുമ്പോട്ട് പോയാൽ മതിയെന്ന് കർത്താവ് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നലകളെ കർത്താവ് പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ടില്ല, കർത്താവ് ഇതുവരെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉറപ്പോടും ബലത്തോടും ധൈര്യത്തോടും കൂടെ ഞാൻ കടന്നു വരികയാണ്. ഞാൻ ഒരു കാര്യം ആത്മാവിൽ വിശ്വസിക്കുകയാണ്, ഇന്ന് രാത്രി നമ്മുടെ ജീവിതങ്ങൾ മാറുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നമ്മുടെ ആത്മീക മേഖലകൾക്ക് ഉയർച്ചകൾ സംഭവിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്ന രാത്രിയാണ്. പകലിലും സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകലിലും എന്നെ ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. എന്നെ എന്ന് പറഞ്ഞാൽ കർത്താവ് നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. കുറച്ചു നേരം കഴിഞ്ഞ് ആ ടെസ്റ്റ് മണി എന്നെ വിളിച്ച് പറയുമ്പോൾ എന്നോട് പറഞ്ഞ പാസ്റ്ററെ, സ്തോത്രം നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചത്, അർത്ഥം മരിച്ചു പോകുമെന്ന് വിചാരിച്ചതാണ്, കർത്താവ് തിരിച്ചു തന്നു. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഈ സൂപ്പർ നാച്ചുറൽ ഗ്രൂപ്പ് ിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അസാധാരണമായ ഒരു ദൈവശക്തി ഇതിനകത്ത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ഇന്ന് രാത്രികാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ അയക്കുകയാണ്. നിങ്ങൾ ഏത് വിഷയത്തിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്നവോ, ഏത് ഊരാക്കുടുക്കിനകത്തായിരിക്കുന്നവോ, ഏത് വിഷയത്തിനകത്ത് തകർന്ന ഹൃദയത്തോടു കൂടി ആയിരിക്കുന്നുവോ, ഇന്ന് രാത്രികാലം വിടിവിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങുകയാണ്. നാം പ്രതീക്ഷിക്കുന്നത്
നിന്നും അപ്പുറമായിട്ടാണ് ദൈവിക പ്രവൃത്തികൾ ആമേ സ്തോത്രം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്പോഴ് ആമേ സ്തോത്രം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേ സ്തോത്രം ചെയ്യുന്നു. അനേകം മിസൈലുകൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ട്. ആമേ സ്തോത്രം യുദ്ധം ഒരിക്കലും ആമേ ഭൂമിക്ക് നല്ലതല്ല, നാശമേ കൊണ്ടുവരൂ. എന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ ആമേ സ്തോത്രം ഒത്തിരി യുദ്ധം ആമേ നമുക്ക് ചുറ്റുപാട് കാണുന്നുണ്ട്. ആമേ സ്തോത്രം കുറച്ച് നാളുകൾക്ക് മുമ്പ് ആമേ റഷ്യയും ആമേ കൊറിയയുമായിട്ടുള്ള യുദ്ധങ്ങള് ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇനി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മൂന്നാലോക മഹായുദ്ധം ആമേ സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി വന്നൊരു യുദ്ധം. അപ്പോ ഒത്തിരി യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിനകത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട്. സ്തോത്രം. നമ്മൾ മാനസികമായി സംഘർഷത്തിനകത്താകുമ്പോൾ നാം ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിപ്പോകുകയാണ്. ചില വാക്കുകളുടെ നടുവിൽ നമ്മളൊരു യുദ്ധക്കളത്തിലേക്ക് തള്ളപ്പെടുകയാണ്. ചില ഒറ്റപ്പെടലുകളുടെ നടുവിൽ നമ്മളൊരു യുദ്ധക്കളത്തിലേക്ക് തള്ളപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ വേണ്ടുവണ്ണം പോലും പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം നാം ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാനൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ആമേ സ്തോത്രം ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ മനസ്സൊരു യുദ്ധക്കളം പോലെയാണ്. വീട്ടിനകത്ത് കയറി ഇരിക്കാൻ വയ്യ, പുറത്തിറങ്ങി ഇരിക്കാൻ വയ്യ, എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടെ. വീട്ടിനകത്ത് കയറിയാൽ വീട്ടിനകത്തുള്ളവരുടെ സംസാരം ഒരു യുദ്ധക്കളം പോലെയാണ്. ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തക്കകത്തേക്ക് കയറി വന്ന ഒരുപാട് ചിന്താധാരകൾ ജീവിതത്തിനകത്തെ സംഭവ ബഹുലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ്, കർത്താവിന്റെ ക്രൂശ് നിങ്ങൾക്കൊരു സമാധാനമാണ്. അവന്റെ ക്രൂശ് നിങ്ങൾക്കൊരു സമാധാനമാണ്. നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും കർത്താവിന്റെ ക്രൂശ് ഒരു സമാധാനമാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം ധ്യാനിക്കണം. ആമേശ്വരം. എല്ലാ ദിവസവും എൻ്റെ ഒരു ചെറിയ ഉപദേശമാണ്, നാം എഴുന്നേറ്റ് ഒരു അധ്യായമെങ്കിലും ഒരു ദിവസം വായിച്ചിരിക്കണം. ഒരു ദിവസം ദൈവിക സന്ദേശം നമുക്ക് ആത്മീകമായിട്ട് കർത്താവ് തരും. ആമേശ്വരം. ആ സന്ദേശം നമ്മളെ ജീവിപ്പിക്കും, ആ സന്ദേശം നമ്മളെ ചലിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടിനകത്തേക്ക് എനിക്ക് നിങ്ങളെ കൊണ്ടുവരണം. അതുമായിട്ടൊരു ലിങ്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ആമേശ്വരം. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് സംഭവബഹുലമായ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന്റെ നടുവിലൊക്കെ ദൈവം നമ്മളെ വിടുവിക്കാൻ വേണ്ടി ഇറങ്ങി വരും. അപ്പോ നമ്മളാണ് ഒരു വ്യക്തിയെ സഹായിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തിയെ സഹായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, സ്തോത്രം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു, പക്ഷെ അവരെ നമ്മളൊന്ന് മനസ്സിലാക്കിയേക്ക് കൊള്ളാമല്ലോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കും. എന്നതുപോലെ ഈ ദൈവിക വെളിപ്പാടിനകത്ത് നാം ദൈവത്തെ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലൊരു കർത്താവിന്റെ ദാസി ഇങ്ങനെ പറഞ്ഞു കേട്ടു, ഭർത്താവും ഭാര്യയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കണം, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ അവരെ മനസ്സിനകത്താക്കണം. സ്തോത്രം. നിങ്ങൾ അവരെ മനസ്സിനകത്താക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളെ അവർക്ക് മനസ്സിലാകൂ. സ്തോത്രം. ഹല്ലേലൂയ. എന്നതുപോലെ കർത്താവിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് അവന് നമ്മുടെ കർത്താവിനെ മനസ്സിനകത്താക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് അവനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. സ്തോത്രം. പുസ്തകത്തിനകത്ത് ഒത്തിരി ഗ്ലോറിയസ് ആയിട്ടുള്ള കർത്താവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തല കറങ്ങിപ്പോകും ആ ഉത്തരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിനകത്താണെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, പാസ്റ്റർ നിങ്ങൾക്ക് അടുത്ത ആഴ്ച മാറ്റമാണെന്ന് പറയും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു ഫാക്ടർ പറഞ്ഞതേ ഉള്ളൂ, ശരിക്കുമുള്ള ഒരു സത്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടുവെങ്കിലും ഈ വാക്കുകൾ പറയുമ്പോൾ ദുഃഖിക്കുന്നവരുടെ അകത്തേക്ക് അസാധാരണമായ ആശ്വാസം ഇറങ്ങി വരുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശുവിന്റെ വാക്കുകൾ അവരുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നതായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ വാക്കുകൾ അവരുടെ മനസ്സിനകത്തേക്ക് ഇറങ്ങിപ്പോകുവാൻ കഴിഞ്ഞു. ആ വാക്കുകൾ അവരുടെ മനസ്സിനകത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
അതുകൊണ്ട് അവർ ഓരോ ചുവടുവയ്പ്പിലും യേശുവിനെ മിസ് ചെയ്യാൻ അവർ തയ്യാറല്ലായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ മിസ് ചെയ്യല്ല, നിങ്ങളുടെ യാത്രകളിൽ അവനെ മിസ് ചെയ്യല്ല, നിങ്ങളുടെ ജോലി മേഖലകളിൽ അവനെ മിസ് ചെയ്യരുത്, നിങ്ങളുടെ സ്തോത്ര പ്രാർത്ഥനയിൽ നിങ്ങൾ അവനെ മിസ് ചെയ്യരുത്, നിങ്ങളുടെ ആത്മീക ഭൗമിക മേഖലകളിൽ നിങ്ങൾ കർത്താവിനെ മിസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രികാലം പറയാം, നിങ്ങൾക്കത് വലിയ നഷ്ടമായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരണമെങ്കിൽ യേശുവേ ആ കർത്താവിനെ ഒന്ന് വിളിച്ചാട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഒന്ന് വിളിച്ചിറക്കിയാൽ നിങ്ങൾ വേഗത്തില് ആ ഒരു സന്ദേശത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി 47-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം സ്തോത്രം ഞാനൊന്ന് വായിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ കാണാൻ കഴിയും, വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു, ഭൂമിയിലെ പരിചകൾ ദൈവത്തിന് ഉള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ആ വാക്യത്തിനകത്തെ ഒരു വാക്യം ഭാഗം മാത്രം ഞാൻ എടുക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളെ ഈ മെസ്സേജിനകത്തേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വചനം ഇങ്ങനെ പറയുന്നു, ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളതാകുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രികാലം നോക്കണേ, ഭൂമിയിലുള്ള എല്ലാ പരിചയം ദൈവത്തിനുള്ളതാണ് എന്ന് പറയുമ്പോൾ പരിച ഒരു യുദ്ധത്തിനകത്ത് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, യുദ്ധത്തിനകത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ പരിച ആരുടെ കയ്യിൽ കാണും? യുദ്ധം ചെയ്യുന്നവരുടെ കയ്യിൽ കാണും. അങ്ങനെയെങ്കിൽ യുദ്ധത്തിനകത്ത് രണ്ട് പക്ഷം കാണാം. ഒരു എതിർപക്ഷവും അതിന്റെ ഒരു എതിർപക്ഷവും കാണും. എക്സും വൈയും കാണാം. എക്സും വൈയും തമ്മിൽ യുദ്ധം ഒരു യുദ്ധപ്പോർക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് പക്ഷക്കാരുടെ കരങ്ങളിലും ആമേശ്വരം പരിചയം ഉണ്ടാകും. എന്നാൽ വചനം പറയും, ഒരു വിശ്വാസിയെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതികൂലം കയറി വരുമ്പോ, ഒരു പ്രതിസന്ധി കയറി വരുമ്പോ, എനിക്ക് അറിഞ്ഞുകൂടാ ദൈവനെ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. സ്തോത്രം നിന്നെ പിടിച്ചു നിർത്തുന്നത് സ്തോത്രം നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നീ ഉദ്ദേശിച്ച മറുപടി നിനക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന പരിചയം ഉണ്ടല്ലോ, അത് ദൈവത്തിൻ്റെതാകുന്ന ഒരു വെളിപ്പാട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവെ വിളിച്ചു പറയുകയാണ്, മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നോടൊരു നല്ല വാക്ക് ആരും പറഞ്ഞില്ല, എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, എനിക്ക് ആത്മീകമായി കൈത്താങ്ങ് തരാൻ ആരുമില്ല. പേടിക്കണ്ട, യുദ്ധത്തിൽ വിജയം നിനക്ക് തന്നെയാണ്. നിന്റെ ഭാഗത്ത് ആരുമില്ലെങ്കിലും നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീണാലും നീ ആയിരിക്കും യുദ്ധത്തിനകത്ത് വിജയിക്കുന്നത്. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയാൽ സകലവും തിരിയും. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയാൽ സകലവും ടേൺ ചെയ്യും. ഏത് പ്രതികൂലവും ടേൺ ചെയ്യും. ശത്രു നിനക്കെതിരെ വെച്ചിരിക്കുന്ന ആയുധങ്ങൾ പിശാചിനെതിരായി തന്നെ ചലിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ കാല് കുരുക്കുവാൻ കെട്ടിയിട്ട മേഖലകളെ ഇന്ന് രാത്രി ഞാൻ അഴിക്കുന്നു. ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം ഇതിനകത്ത് ബന്ധപ്പെട്ടവരുമായിട്ട് ഏതോ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവം അതിന്റെ തടസ്സങ്ങൾ മാറ്റി ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുകയാണ്. കഴിഞ്ഞ 5-ാം മാസം ഒരു സഹോദരി എന്നെ വിളിച്ചു, നിങ്ങളത് ബലപ്പെടുത്താൻ വേണ്ടി ഒന്ന് പറയാം. സ്തോത്രം. ഭർത്താവ് വിദേശത്താണ്, ഭാര്യയ്ക്ക് അവിടെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പാസ്പോർട്ടുമായിട്ട് കടന്നുപോയി. അതിനകത്ത് ചില തിരുത്തും കാര്യങ്ങളൊക്കെ വന്നു, തന്റെ യാത്ര നടന്നില്ല. സ്തോത്രം. പിറ്റേ പേപ്പറുമായി പോവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, 6-ാം മാസം നിനക്ക് നിന്റെ പാസ്പോർട്ടിനകത്ത് തിരുത്തുകളെല്ലാം ക്ലിയർ ആകും. ദൈവം നിന്നെ 6-ാം മാസത്തിനകത്ത് പോകുവാൻ തക്കവണ്ണം പാസ്പോർട്ട് റെഡി ആയിരിക്കും. സ്തോത്രം. ഹാലേലുയ. എനിക്ക് പ്രിയപ്പെട്ടവനായ കർത്താവിന്റെ ദാസന്റെ വീട്ടിനകത്ത് ഞാൻ ഉപവാസ പ്രാർത്ഥനയായിട്ട് ഇരിക്കുമ്പോൾ സ്തോത്രം ഞങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ഈ സഹോദരി ഞങ്ങളെ വിളിച്ചു. സംസാരിച്ച വാക്കതാണ് വിസ പാസ്പോർട്ട് റെഡിയായി. അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അതിനകത്ത് തിരുത്തുകൾ മാറി. ഒത്തിരി ഭാരപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങി. ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഈ സാക്ഷ്യം പറഞ്ഞത് നിശ്ചയമായും നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ സംഭവിച്ചിരിക്കും. യാത്രയുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ 2 മാസത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ട് കർത്താവിനെ ഒരുപാട് സാക്ഷികൾ ഇങ്ങനെ ഓർമ്മ തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നവർ ആ ലെവലിൽ അങ്ങ് സ്വീകരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വിശ്വാസത്തോടെ പ്രാപിക്കണം. ഇല്ലെങ്കിൽ സ്തോത്രം കർത്താവിനോട് പറയാം, അവരോട് പറയാ സ്തോത്രം ഹല്ലേലൂയ, ഉറപ്പായിട്ടും ഞാനത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ഞങ്ങളുടെ സഭയ്ക്കകത്തുനിന്നുള്ളവരൊക്കെ സ്തോത്രം ഒരിക്കലും ഗൾഫിൽ പോകണമെന്ന് പോലും വിചാരിക്കാത്തവർ പോലും കർത്താവ് പറഞ്ഞു ഇന്ന മാസം പോകും, ആ മാസം കർത്താവ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്തോത്രം ഞാൻ ആത്മാവിൽ പറയുകയാണ്, സ്തോത്രം സ്വർഗം ചിലത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യെസ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം അവ ഭൂമിയിലെ പരിചകൾ ദൈവത്തിന് ഉള്ളവയല്ലോ. സ്തോത്രം. ശത്രു വച്ചിരിക്കുന്ന പരിച, പിശാച് വച്ചിരിക്കുന്ന പരിച, ഇതൊക്കെ ദൈവത്തിന് ഉള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആയുധമില്ലെന്ന് വെച്ചാൽ നമ്മൾ ഭാരപ്പെടേണ്ട. പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഗോലിയാത്തിനെ വെട്ടാനുള്ള വാള് ഗോലിയാത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. ഒരാമേ പറയാമോ? ഇന്ന് രാത്രി സ്തോത്രം ദൈവവേദനയിലെ സ്തോത്രം പിശാച് തന്നെയാണ് പിശാചിനെ വെട്ടാനുള്ള ആയുധം. സ്തോത്രം അവൻ തന്നെ അവനുള്ള കുഴി കുഴിച്ചിട്ടുണ്ട്. നിനക്കൊരു കുഴി അവൻ കുഴിച്ചു കഴിഞ്ഞാൽ ആ കുഴിക്കകത്ത് അവൻ തന്നെ വീഴും. പറയുന്നു, ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ചിതറിപ്പോകുന്നു. ആര് ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു. യെസ്, എനിക്ക് ദൈവം തന്ന ദൈവിക റവലേഷനകത്തേക്ക് കയറുകയാണ്. ഈ വചനം മുമ്പ് എന്നോട് പറയണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഈ വചനം പറഞ്ഞതാണ്. അനുസരിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. കർത്താവ് ഒരു പ്രവചനം തന്നില്ലെങ്കിൽ നമ്മൾ പറയരുത്, തന്നു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയമായിട്ടും പറയണം. സ്തോത്രം. അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വളരെ വലിയ അനുഗ്രഹമാണ്. ആരെന്ത് ചിന്തിക്കുന്നു എന്നല്ല, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. ഇന്ന് രാത്രിക്കാലം ഒരു വലിയ സത്യത്തിനകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു വേദഭാഗം മാറ്റി വെച്ചിരിക്കുകയാണ്. എങ്കിലും ബൈബിളിനകത്ത് നിന്ന് ഒരു ആമുഖമായിട്ട് നമുക്കൊന്ന് ആരംഭിച്ചു പോകാം. ബൈബിൾ വെളിപ്പെട്ട ഒരു പുസ്തകമാണ്. ബൈബിൾ വെളിപ്പെട്ട ഒരു പുസ്തകമാണ്. ബൈബിളിനകത്ത് ഒരുപാട് വെളിപ്പാടുകളുണ്ട്. ബൈബിളിനകത്ത് ഒരുപാട് വെളിപ്പാടുകളുണ്ട്. വചനം വെളിപ്പെട്ട് വന്നതാണ്. അർത്ഥം ആർക്കും അറിഞ്ഞുകൂടാതിരുന്ന ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ മർമ്മങ്ങളും ദൈവത്തിന്റെ സത്യങ്ങളും ബൈബിൾ അപ്പോസ്തലന്മാർക്കും എഴുതപ്പെട്ട പ്രവാചകന്മാർക്കും മോശ ഉൾപ്പെടെ ഉള്ളവർക്ക് വെളിപ്പെട്ട് വന്നതാണ്. പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയെന്ന് നാം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം ഏദൻ തോട്ടത്തിലെ അനുഭവം എങ്ങനെ മോശയ്ക്ക് കിട്ടി? മോശ നിശ്ചയമായും വെളിപ്പാട് ജഗത്താണ് എഴുതിയത്. മോശെ അങ്ങനെയെങ്കിൽ മോശയോട് ഒരു ചോദ്യം നമുക്ക് ഹൃദയത്തിനകത്ത് ചോദിക്കാം. മോശെ നിനക്ക് കിട്ടിയത് വെളിപ്പാടാണെങ്കിൽ നീ എങ്ങനെ അത് ധൈര്യത്തോടെ എഴുതിയേ? മോശ ഒരു ഉത്തരം ഇങ്ങനെ പറയും. സ്തോത്രം, ഹല്ലേലൂയ. അനേക വർഷങ്ങൾ കൊണ്ട് ദൈവം നടത്തിയ ഒരു പരിചയം എനിക്കുണ്ട്. ആ ദൈവം പറഞ്ഞാൽ ഒരു കാര്യവും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയുകയാണ്, ദൈവിക വെളിപ്പാടിന് മാറ്റം സംഭവിക്കുകയില്ല. പുതുതായി വരുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സമയത്തിന്റെ കുറവ് കൊണ്ടോ മറ്റാവശ്യങ്ങൾ കൊണ്ടോ ഒക്കെ പോകുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവിക വെളിപ്പാട് അത് വിലപ്പെട്ടതാണ്. ഇന്ന് രാത്രികാലം ദൈവം എന്നോട് പറഞ്ഞൊരു സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവം എന്നൊരു വലിയ സത്യം ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തെ കേന്ദ്രബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ ദൈവം ചിട്ടപ്പെടുത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തെ ദൈവം ചിട്ടപ്പെടുത്തി എടുക്കുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമി അതും ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതം ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ആത്മീക ജീവിതം നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ, നമ്മുടെ സഭ, നമ്മുടെ ശുശ്രൂഷകൾ സകലവും നമ്മൾ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചാണ് നാം കൊണ്ടുപോകേണ്ടത്. നമ്മുടെ തല ക്രിസ്തുവാണ്. നമ്മുടെ സ്തോത്രം നിലനിൽപ്പ് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവം തരുന്ന വലിയ വെളിപ്പാടിനകത്തേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വെളിപ്പാട് നമ്മുടെ തലമുറയെ ചലിപ്പിക്കും. ഈ വെളിപ്പാട് നമ്മുടെ കാലഘട്ടത്തെ ചലിപ്പിക്കും. ഈ വെളിപ്പാട് നമ്മുടെ സമൂഹത്തെ ചലിപ്പിക്കും. ഈ വെളിപ്പാട് നമ്മുടെ സഭകളെ ചലിപ്പിക്കും. ഈ വെളിപ്പാട് ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ലെവല് തന്നെ ഈ ദിവസങ്ങളിൽ മാറ്റിയെന്നിരിക്കാം. ബൈബിളിനകത്ത് ഒരു പ്രത്യേക ചോദ്യം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. സുവിശേഷ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, എന്താണ് സത്യം? സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ചോദ്യത്തിന്റെ ശരിക്കുമുള്ള അർത്ഥം സ്തോത്രം ഹാലേലൂയ, സത്യമുണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ജനങ്ങൾ വചനത്തിനകത്തൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യേശുവിനോട് പീലാത്തോസ് ചോദിച്ച ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? സത്യം. നീ സത്യം എന്ന് പറയുന്നു. അവൻ അങ്ങനെയെങ്കിൽ ആ സത്യമുണ്ടെങ്കിൽ നീ പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? യെസ്, ഇന്ന് രാത്രികാലം സത്യത്തെ ആര് എത്ര മറച്ചു പിടിച്ചാലും സത്യമത് പുറത്തു വരും. സത്യമത് പുറത്തു വരും. സത്യത്തെ ആര് മറച്ചു പിടിച്ചാലും സത്യമത് പുറത്തു വരും. എത്ര അവൻ എത്ര കണ്ണ് ഇറുക്കി അടച്ച് ഇവിടെ ഇരുട്ടാണെന്ന് പറഞ്ഞാലും പകല് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയുകയാണ്, നിങ്ങളെ കുറിച്ചൊരു സത്യം സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളോടൊന്ന് ഇടപെടുകയാണ്. എനിക്കതിനു വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ സ്പിരിറ്റ് റലത്തിനകത്ത് എനിക്ക് മനസ്സിലാക്കുന്നു സ്തോത്രം ഹല്ലേലൂയ, ഒരു റെവലേഷന്റെ വലിയ ഭാഷയ്ക്കകത്തൂടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ ചില വേദവചനങ്ങൾ എടുത്ത് നമ്മുടെ സാധാരണ ഭാഷയ്ക്കകത്തൂടെ ഞാൻ നിങ്ങളെ സത്യത്തിനകത്തേക്കൊന്ന് കണക്ട് ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകത്തിനകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മോശയ്ക്ക് ദൈവം ഒരു സത്യത്തെ തെളിയിച്ചു കൊടുക്കുകയാണ്. മോശ അറിഞ്ഞിരിക്കുന്ന സത്യം, താനൊരു രാജകൊട്ടാരത്തിനകത്ത് നിന്ന് അഭ്യാസം കഴിഞ്ഞിറങ്ങിയവനാണ്, സകല വിദ്യാഭ്യാസവും കഴിഞ്ഞിറങ്ങിയവനാണ്. മോശയെ ദൈവം വിളിക്കുന്നത് ലക്ഷക്കണക്കിന് ജനത്തിന്റെ ലീഡറായിട്ടാണ്. മോശ ദൈവത്തോട് പറയുകയാണ്, മോശയ്ക്ക് അറിയാവുന്നൊരു സത്യം മോശ ദൈവത്തോട് പറയുന്നു, ഞാൻ അടച്ച നാവുള്ളവനാണ്. അത് എന്ത് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ മറ്റുള്ളവരെ പോലെ കഴിവുള്ളവനല്ല. എന്നാൽ ദൈവം മോശയോടൊരു സത്യം പറയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ സത്യത്തിനകത്ത് മോശ ഒരു ഭയങ്കര ലീഡറാണ്. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങളൊക്കെ വേറെ ലെവലാണ്. ഒരുപക്ഷെ നിങ്ങളെ പലരും ലോ ലെവലെന്ന് പറഞ്ഞിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് പലരും അളവുകോല് വെച്ചിരിക്കും. പക്ഷെ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അമ്മയുടെ ഉദരത്തിനകത്ത് പിന്നാകാരമാകുന്നതിന് മുമ്പേ നിന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവത്തിനറിയാം നീ എത്ര ഹൈ ലെവലാണെന്ന്. നീ എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ഉന്നതമായ വിളി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വചനം ഇതാണ്. എന്റെ ഉദ്ദേശം ഇതല്ല, പറഞ്ഞു വരുന്ന ഒന്ന് പറഞ്ഞത് മാത്രം. അപ്പോ മോശയോട് ദൈവം ഒരു സത്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷെ മോശയ്ക്ക് അതങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അപ്പോ ദൈവം മോശയോട് പറയണം, മോശെ ഈ ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നു? വടി. ആ വടി ഒന്ന് താഴേക്കിട, വടി ഒന്ന് താഴേക്കിട്ട് അതിനകത്തേക്ക് നോക്ക്. മോശയോട് സ്തോത്രം ദൈവം പറയുകയാണ്, സ്തോത്രം നീ അതിനകത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക. മോശ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സ്തോത്രം ഒരിക്കലും ഭൂമിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സത്യം അവന്റെ കൺമുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. എത്ര പേർക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോശ ഒരു സത്യത്തെ പറഞ്ഞു, ആ സത്യത്തെ ദൈവം തെളിയിക്കാൻ, ദൈവം പറഞ്ഞ സത്യത്തെ ദൈവം തെളിയിക്കേണ്ടതിന് വേണ്ടി മോശയോട് ദൈവം പറഞ്ഞു, മോശയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി ഒന്ന് തറയിടാമോ? മോശ പറഞ്ഞു, ഞാനത് തറയിലേക്ക് ഇടാം. അത് തറയിലേക്ക് ഇട്ടപ്പോൾ മോശയ്ക്ക് ഒരു സത്യം അറിയാം, എന്റെ കയ്യിലിരുന്നതൊരു വടിയാണ്. അത് എടുത്ത മരത്തിൽ നിന്ന് അതിനാകാൻ കഴിയുന്നതിന് വെച്ച് ഏറ്റവും അവസാനത്തെ രൂപമാണ് എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഊന്നുവടി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ലോകരാജ്യങ്ങളെ ചലിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ പാട്ടിന് അനേക ആത്മീക തലങ്ങളെ ചലിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്പിരിറ്റില് റലങ്ങളെ റിസീവ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ അഭിഷേകത്തിന്, നിങ്ങളുടെ അന്യഭാഷയ്ക്ക് അനേകം കാര്യങ്ങളെ നിങ്ങൾക്ക് ആത്മാവിൽ ലീഡ് ചെയ്യാൻ കഴിയും. ഒരു വലിയ സത്യത്തിനകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മാറ്റപ്പെടുമ്പോൾ നിങ്ങൾ ആള് മാറിയവരായി തീരുകയാണ്.
ഇന്ന് രാത്രികാലം ദൈവം എനിക്ക് തന്നൊരു ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. നമ്മളെ കമ്പ്യൂട്ടറിൽ പാസ്വേഡ് കൊടുക്കാറുണ്ടല്ലേ? നമ്മളെ കമ്പ്യൂട്ടറിൽ പാസ്വേഡ് കൊടുത്തിട്ടും കമ്പ്യൂട്ടർ ഒന്നും നമ്മോട് പറയില്ല. ശരിയായിട്ടുള്ള പാസ്വേഡാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഒരു എൻ്റർ നമ്മൾ കൊടുത്തു കഴിയുമ്പോ സ്തോത്രം, ആ പാസ്വേഡിലൂടെ ഒരു വലിയ ലോകം നമുക്ക് മുമ്പിൽ തുറന്നു വരികയാണ്. ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് ചെയ്യാൻ പറയുന്നത്, നീ അനുസരിച്ചു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ചില സത്യങ്ങൾ ആത്മാവിൽ വെളിപ്പെട്ട് വരികയാണ്. ഇന്ന് രാത്രികാലം നീ ഇതുവരെ ചെയ്തത് സത്യമായിരിക്കും, പക്ഷേ ഇന്ന് രാത്രികാലം ആത്മാവിൽ ഒന്ന് ദൈവം പറയുന്നത് ആത്മാർത്ഥമായി ചെയ്ത് നീ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഇന്നലകളിൽ ആർക്കും തെളിയിക്കാൻ കഴിയാത്തത്, ഇന്നലകളിൽ ആർക്കും പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ചില ദൈവിക വെളിപ്പാടുകൾ, ദൈവിക സത്യങ്ങൾ നിന്നിലൂടെ ലോകത്തിന് തുറന്നു വയ്ക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ആത്മീകമായി എനിക്ക് പറയാനുണ്ട്, എങ്കിലും ഞാൻ വേഗത്തിൽ പോകുന്നു. ദൈവം എന്നോട് തന്നൊരു സത്യത്തെ നിങ്ങളോട് പറയേണ്ടതുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആ വചനം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്താണല്ലോ ഹോറേബിൽ വെച്ച് മോശയ്ക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ആമേൻ, സ്തോത്രം. മോശ ഒരു സത്യത്തെ കാണുകയാണ്. ആമേൻ. ആ വടി സർപ്പമായി മാറുകയാണ്. ഇത് ചെന്നാരോടെങ്കിലും പറഞ്ഞാൽ അവര് പറയും, മോശേ, നിനക്ക് ഉച്ചയ്ക്ക് തലയിൽ വെയിലടിച്ചിട്ട് എന്തോ നിനക്ക് സംഭവിച്ചിരിക്കുകയാണ്. ദൈവം പറയുന്ന ചില സത്യങ്ങളെ ആരാത്മാവിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോ നിങ്ങളെ ചിലർ പരിഹസിക്കുമായിരിക്കും, നിങ്ങളെ ചിലർ കളിയാക്കുമായിരിക്കും. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, നിങ്ങളായിരിക്കും രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന ഒരു അഭിഷക്തയായി ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ദൈവം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ചില അഭിഷക്തന്മാരിരിപ്പുണ്ട്, ഇതിനകത്ത് ചില അഭിഷക്തന്മാരിരിപ്പുണ്ട്, ഇതിനകത്ത് ചില ശുശ്രൂഷകന്മാരിരിപ്പുണ്ട്. ദൈവം എനിക്കൊരു തെളിവ് തന്നു. അനേകം ദൈവദാസന്മാർ എന്നെ നോക്കി വിളിച്ചു പറഞ്ഞു, അന്ന് ഞാനൊരു വിക്കനായിരുന്നു, അന്ന് ഞാൻ ഒന്നുമല്ല, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്കൊരു പക്വതയില്ല, സംസാരിക്കാനറിഞ്ഞുകൂടാ. അവരൊക്കെ അവൻ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്, നീ ഒരു ശുശ്രൂഷകനായി തീരും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു കാര്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. ഇന്ന് രാത്രികാലം 9 മണി കഴിഞ്ഞ സമയത്ത് നിന്റെ ജീവിതത്തിനകത്തിന് വലിയ സത്യം തുറന്നു വരികയാണ്. നിന്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഒരിക്കലും മാറ്റാൻ കഴിയാത്തതായാലും ദൈവത്താൽ ചിലത് ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. കാരണം ഈ കരയുന്നതിന്റെയല്ല, നിലവിളിക്കുന്ന നീയല്ല, ഞെരുങ്ങുന്ന നീയല്ല, ദൈവത്തിന്റെ മുമ്പിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമായി തന്നെ ദൈവം കാണുകയാണ്. വചനം പറയുന്നു, അവൻ നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ ധൈര്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇതിനകത്ത് ഒത്തിരി ഞെരുങ്ങുന്നവരുണ്ട്, എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളെ കുറിച്ച് ഒരു സത്യം പറയുകയാണ്. എന്താന്നല്ലേ, ഈ കാണുന്ന നിങ്ങളല്ല സത്യം. നിങ്ങളുടെ അകത്ത് ചിലത് വെളിപ്പെട്ട് വരാൻ വേണ്ടി പോകുകയാണ്, നിങ്ങളുടെ അകത്ത് ചിലത് വെളിപ്പെട്ട് വരാൻ വേണ്ടി പോവുകയാണ്. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. മോശയോട് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. മോശയ്ക്ക് ഒരു സത്യം മനസ്സിലായി. സ്തോത്രം, ഇത് ദൈവം തന്നെയാണ്, ഇത് ദൈവം എനിക്ക് തന്ന നിയോഗം തന്നെയാണ്, ഇതിനകത്തൊരു വ്യത്യാസമില്ല. മോശയ്ക്ക് ഒരു സത്യം അറിയാം, ഇതൊരു കമ്പാണ്. ഇതിനകത്തൊരു പാമ്പ് ഒളിച്ചിരിപ്പോട്ട. കുറച്ചു കഴിഞ്ഞപ്പോ ദൈവം മോശയോട് പറഞ്ഞു, നീ ആ പാമ്പിന്റെ വാലിലോട്ടൊന്ന് വിളിക്കും. മോശ ആ പാമ്പിന്റെ വാലിലോട്ടൊന്ന് വിളിച്ചപ്പോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഇവിടെ സംഭവിച്ചു. എന്ന് വെച്ചാൽ മാനുഷികമായ യുക്തി ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഒരു മരക്കഷ്ണം പാമ്പായി. 2, പാമ്പ് ഒരു മരക്കഷ്ണമായി മാറി. രാത്രികാലം ഞാൻ നിങ്ങളെ വളരെ സാധാരണമായ വാക്കിനകത്തൂടെയാണ്
ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആമേൻ റെവലേഷന്റെ ഒരു ഹയർ ലെവലുണ്ട്. പക്ഷേ ആവേശം ഇന്ന് രാത്രിക്കാലം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വളരെ ക്യാച്ച് ചെയ്യാനും മനസ്സിലാക്കാനും കഴിയുന്ന ചില സത്യങ്ങളിലേക്കാണ് ഞാൻ അതേ ഭാഷയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആമേൻ മോശ 2 സത്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ഒരു വടിക്ക് പാമ്പാകാൻ കഴിയും, ഒരു പാമ്പിന് വടിയാകാൻ കഴിയും. എന്റെ കർത്താവേ, മോശ ചോദിച്ചു, കർത്താവേ നിനക്ക് എന്നെ ഇങ്ങനെ വടിയാക്കണം? സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു നിയോഗം എന്റെ ജീവിതത്തിനകത്ത് ആദ്യമായിട്ട് കിട്ടുകയാണ്. പ്രിയ ദൈവഭജനേ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ മോശിക ദൈവത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്റെ മുമ്പിൽ ഒരിക്കലും മാറാത്തത് മാറും. നിന്റെ മുമ്പിൽ ഒരിക്കലും മാറാത്തത് മാറും. നിന്റെ മുമ്പിൽ ഒരിക്കലും മാറ്റം സംഭവിക്കാൻ കഴിയാത്തത്, ബയോളജിക്കലായിട്ട് മാറ്റം വരാൻ ഒരിക്കലും കഴിയാത്തത് അത് സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി മുതൽ നീ വിശ്വാസത്തോട് കൂടി കാല് വെക്കുന്നെങ്കിൽ ആ വിശ്വാസം അല്ല പറയുന്നു, മച്ചിയായവൾ 7 പ്രസവിക്കുന്നു, തലം മാറി. ഇന്നലെ കരഞ്ഞവൾ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. മച്ചിയായവളുടെ ഉദരം ദൈവം തുറന്ന് 7 പ്രസവിക്കുന്നു. കാരണം ദൈവം വലിയവനാണെന്നുള്ള സത്യം അവളുടെ ഹൃദയത്തിനകത്തേക്കും ജീവിതത്തിനകത്തേക്കും വെളിപ്പെട്ടു വന്നപ്പോ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഒരു ആത്മീയ തലത്തിലേക്ക് അന്തരീക്ഷത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പ്രീതിയുപതിലെ ദൈവം ചില സത്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായതായിരിക്കും സംഭവിക്കുന്നത്. അവൻ രാത്രികാലം ഞാൻ നിങ്ങൾ ആത്മാവിലേക്ക് വളരെ പോയിന്റ് ചെയ്യുന്നു. ഇതിനകത്തിരിക്കുന്ന ഒരു സഹോദരന് ദൈവത്തിന്റെ ആത്മാവ് വളരെ, ഞാൻ തുടങ്ങിയ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് അമ്മയെ പോയിന്റ് ചെയ്യുന്നു. ആ വിശ്വാസം നിങ്ങളുടെ അകത്ത് ദൈവം ചിലത് സംഭവിപ്പിക്കുകയാണ്, ദൈവം ചിലത് നടത്തുകയാണ്. ദൈവം ഒരു സത്യം നിങ്ങളുടെ അകത്ത് തുറന്നു വെക്കുകയാണ്. ഈ കാണുന്ന നിങ്ങളല്ല, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തൊരു ഭയങ്കര മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ പ്രവചനാത്മാവ് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തോ നിങ്ങളുടെ വിളിക്ക് വേണ്ടി മാറാൻ കഴിയാത്ത ചിലത് മാറുകയാണ്. മോശയുടെ വിളി മോശയ്ക്ക് മുമ്പിൽ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടതിന് വേണ്ടി ഒരിക്കലും മാറാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും ലോകത്തിൽ ഇന്നുവരെ ില്ലാത്ത ഒരു മരക്കഷ്ണം പാമ്പായിട്ട് മാറുകയാണ്. ഒരു പാമ്പ് മരക്കഷ്ണമായിട്ട് മാറുകയാണ്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങുകയാണെങ്കിൽ ആമെ ചെങ്കടൽ അതിന്റെ സ്വഭാവത്തെ മാറ്റും. ആമെ പെട്ടകമെടുത്ത് ഇറങ്ങുകയാണെങ്കിൽ യോർദാൻ അതിന്റെ സ്വഭാവം മാറ്റും. ആമെ വടിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഈ ദിവസങ്ങൾ വിശ്വാസത്തോടു കൂടി കാല് വെക്കാൻ തയ്യാറാണെങ്കിൽ ആമെ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുമ്പോൾ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ ആത്മാവിൽ നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എനിക്കറിയാം, ഞാൻ വലിയൊരു റെവലേഷൻ പറയാനാണ് ഞാൻ വന്നത്. എന്തുകൊണ്ടാണ് കർത്താവിന്റെ ഈ വചനത്തിനകത്ത് ഇങ്ങനെ കയറ്റിവിടുന്നത്? സഹോദര, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ദൈവം പറയുന്നു, ആ വിശ്വാസം ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു മാറ്റം തരാൻ വേണ്ടി പോവുകയാണ്. ആ വിശ്വാസം ദൈവം ചില സ്ഥാന ചലനങ്ങളെ തരാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രികാലം അങ്ങനെ ദൈവത്തിന്റെ അസാധാരണമായ കരം ചലിക്കുകയാണ്. അപ്പൊ മോശയ്ക്ക് ദൈവം ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തു. ഇത് വല്ലാത്തൊരു വിളി തന്നെ ദൈവമേ എന്ന് മോശ അറിയാതെ പറഞ്ഞു വെക്കാൻ. വടി പാമ്പാകുന്നു, ആ പാമ്പ് വടിയാകുന്നു. ഇത് ആര് കണ്ടാലും ഇത് കണ്ടവന്റെ കിളി പോകും എന്ന് പറയുന്നത് പോലെ ആ വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞാൻ ഒന്ന് പറയാം, നിന്ന് കൊടുത്താൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്തത്, നാളിതുവരെ കേട്ടിട്ടില്ലാത്തത്, ഒരു ജനറേഷൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാ അത്ഭുതങ്ങളും വെളിപ്പാടുകളും സ്വർഗീയ ദൂതുകളും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കൈമാറുവാൻ ദൈവം തയ്യാറാണ്. ഇന്ന് രാത്രികാലം തയ്യാറാണെങ്കിൽ മോശയെ പോലത്തെ നിന്നുകൊടുക്കാം. എനിക്കറിയാം, റെവലേഷൻ ആണ് ഞാൻ പറയുന്നെങ്കിലും ഇപ്പൊ വലിയ പ്രോഫസിക്കകത്തൂടെ ദൈവം അവനെ കൊണ്ടുപോകുന്നത്. ജീവിതങ്ങൾ ദൈവം തിരിക്കാൻ വേണ്ടി പോകുകയാണ്. ജീവിതങ്ങൾ ദൈവം ചലിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല കർത്താവ് വളരെ ശക്തമായി നമ്മോട് ഇടപെടുകയാണ്. ഇങ്ങനെ മോശ കേട്ടപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു സത്യം,
ഇതിന്റെ ഒരു മരത്തിന്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഊന്നുവടി, അല്ലെങ്കിൽ ആടിനെ വയ്ക്കുന്ന വടി. പക്ഷേ ആമേശ്വരം ഇതിന്റെ അവസാനത്തെ രൂപമല്ല. അത് ഞാനിത് ഇവരെ കണ്ടിട്ടില്ല. എത്ര പേരുടെ തലയ്ക്കകത്തുനിന്ന് കയറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് വരെ ഞാൻ കണ്ടൊരു ശുശ്രൂഷയല്ല. ഇനി പലതും ഞാൻ ആത്മാവിൽ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്റെ ദൈവം എന്റെ അകത്തൂടെ ചിലത് വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. അത് അവിശ്വസനീയമായതായിരിക്കും. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ജൂലൈ മാസം 17-ാം തീയതി എഴുതി വെച്ചോ. ഇന്ന് രാത്രികാലം ഞാൻ പറയുന്ന ഈ ദൈവിക ദൂത് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില സത്യങ്ങൾ വെളിപ്പെട്ടു വരും. ഏതോ ദൈവവിളി എന്ന വിഷയത്തിനകത്തേക്ക് കർത്താവിനെ ശക്തമായി ചലിപ്പിക്കുകയാണ്. സ്തോത്രം. ഇതിനകത്തിരിക്കുന്നത് ആർക്കൊക്കെ ദൈവവിളി ഉണ്ടോ, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആർക്കൊക്കെ ദൈവവിളി ഉണ്ടോ, അവരുടെ ജീവിതത്തിനകത്തൊക്കെ അസാധാരണമായ ചലനങ്ങൾ സംഭവിക്കാം. വിശ്വസിക്കുന്നവരുടെ മേൽ അസാധാരണമായ രോഗസൗഖ്യങ്ങൾ വെളിപ്പെടും. വിശ്വസിച്ചോ. നിങ്ങൾ ആരോടൊക്കെ പ്രവചിക്കാൻ ആത്മാവിൽ പ്രവചിക്കാൻ ആത്മാവ് പറയുന്നു, ഇന്ന് വരെ പ്രവചിക്കാത്ത രീതിയിൽ നിങ്ങൾ ചില സത്യങ്ങൾ വിളിച്ചു പറയും. നിങ്ങൾ കാണുന്ന വെളിപ്പാടുകൾ സത്യങ്ങളുടെ കലവറകൾ തുറന്നെടുക്കുന്നതായി തീരും. വചനം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് തുറന്നു തരികയാണ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആത്മാവിൽ കയറി വരുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കകത്ത് പ്രത്യേകിച്ച് ആന്റി വിശ്വസിച്ച് കഴിഞ്ഞാൽ ശുശ്രൂഷയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. വലിയ മാറ്റങ്ങൾ കൈക്കകത്തൂടെയൊക്കെ വലിയ ദൈവശക്തി ഇറങ്ങി പോകുന്ന ഞാൻ കാണുകയാണ്. മെസ്സേജിനകത്തൂടെയൊക്കെ വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നത്, സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് പോലെയൊക്കെ ദൈവിക വെളിപ്പാട് ദൈവം എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റിവൈവൽ മൂവ് പോലെ ഒരു ദൈവപ്രവൃത്തി, സൗഖ്യത്തിന്റെ ഒരു ശുശ്രൂഷ. ദൈവാത്മാവ് ഇന്ന് രാത്രികാലം അത് തുറന്നു വെക്കുകയാണ്. സത്യത്തെ വെളിപ്പെടുത്തി. ഈ സത്യം ആരോടെങ്കിലും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു. ഞാൻ അതൊക്കെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്റെ കയ്യിൽ നിന്ന് വടി അങ്ങോട്ട് തറയിടാൻ പറഞ്ഞു. പാമ്പായി. ആ പാമ്പിനെ കയറി പിടിക്കാൻ പറഞ്ഞു. അത് വടിയായി. സ്തോത്രം. എല്ലാവരും മോശയെ തള്ളിക്കളഞ്ഞു. നേരത്തെ വിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ചൊക്കെ കൂടെ പറയാനും കൂടെ തുടങ്ങി എന്ന് പറഞ്ഞു. പാപം ജീവിതത്തിന്റെ പരുക്കൻ വേദനയുടെ സാഹചര്യങ്ങളിലകത്ത് ഓറേവിന്റെ മരുഭൂമിയിലേക്ക് നടന്നു കിടന്ന് ആദിശ്വത്ത് എന്തൊക്കെയോ പിച്ച് പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ആമീൻ പറയും. മോശ കണ്ട സത്യം മോശ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം ആത്മതലങ്ങളിലേക്ക് ഒന്ന് കയറുക. മോശ എന്ത് സത്യമാണോ ദൈവത്തിൽ നിന്ന് കണ്ടത് അത് കാണിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായി. ഇന്ന് രാത്രികാലം നാം ദൈവത്തിൽ നിന്ന് എന്താണ് പ്രാപിച്ചത് അത് മറ്റുള്ളവരോട് അത് ആ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇന്ന് രാത്രികാലം ഒരു വലിയ നിയോഗത്തെ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറി തരികയാണ്. ചില സത്യങ്ങൾ നാം പറയാൻ തയ്യാറാകുമ്പോൾ ചില അടികൊഴുക്കുകൾ സംഭവിക്കാം. മുകൾ പരപ്പിലൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവേദനയിലെ അടികൊഴുക്ക് നിനക്ക് അനുകൂല യോഗ സുവിശേഷത്തിനകത്ത് വചനമുണ്ട്. സ്വാമി സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ അറിയുന്നത് സത്യം നിങ്ങൾ അറിയുന്ന ട്രൂത്ത് നിങ്ങളെ സെറ്റ് ചെയ്യും. അതെ, ഇന്ന് രാത്രികാലം നിങ്ങളെ സെറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം അത് നിങ്ങളെ സെറ്റ് ചെയ്യും. അത് നിങ്ങളെ ഉറപ്പിച്ച് നിർത്തും. അത് നിങ്ങളെ ബലമുള്ളവരാക്കി മാറ്റും. നിങ്ങൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയാൻ തയ്യാറാകുക.
സമയ വേഗത്തിൽ നമ്മുടെ മുമ്പിൽ ഓടിപ്പോകുന്നതുകൊണ്ട് നിങ്ങളെ ആ ഒരു സത്യം എന്ന് പറയുന്നത് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അതിനകത്തേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡോറ് ഞാൻ തുറന്നിടുകയായിരുന്നു. ഇനി ഞാനൊരു വേദഭാഗം വായിക്കുകയാണ്, ഇതിനകത്തേക്കൊന്ന് കയറിപ്പോകാൻ വേണ്ടി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. ഞാൻ ഇത് വായിച്ച് ഞാൻ തന്നെ പറഞ്ഞു പോകാം. ഇനി അവസരമുള്ളപ്പോൾ നിങ്ങൾ ആ വചനം എടുത്ത് ധ്യാനിച്ചു നോക്കണം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. അവൻ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർക്കിമായി എന്നൊരു കുരുടൻ ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നു. ഒത്തിരി നമ്മൾ വചനം കേട്ടിട്ടുണ്ട്, ഈ വചനം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഈ വചനം നമ്മൾ തൊടാൻ വേണ്ടി പോവുക. ഈ വചനം നമ്മളുടെ അകത്തൊരു സത്യത്തെ തുറക്കുകയാണ്. ഈ വചനം നമ്മളെ ചലിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. നിലവിളിച്ച് നിർത്തി എന്നല്ല, നിലവിളിച്ചു തുടങ്ങി എന്നാണ്. ഹല്ലേലൂയ. അപ്പോ അവന്റെ ആവശ്യം എന്താണെന്ന് അവൻ അറിയാം. അത് പ്രാർത്ഥിച്ചാൽ പോരാ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവനറിയാം. അപ്പൊ അതിനകത്ത് ഒരുപാട് വചന വിവേചനങ്ങളും പഠന വിഷയങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ വേഗത്തിൽ ഓടിപ്പോകുന്നു. അവൻ നിലവിളിച്ചു തുടങ്ങി. അവൻ നിലവിളിച്ചു തുടങ്ങിയപ്പോൾ അവനെ മിണ്ടാതിരിക്കുവാൻ പലരും ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. എന്ന് വെച്ചാൽ പലരും അവനോട് പറഞ്ഞു, നീ ഒന്ന് മിണ്ടാതിരിക്ക്, നിന്റെ കാരണം ഇന്നത്തെ മീറ്റിംഗ് കോളമാകുമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ മുഖാന്തരം ഈ മീറ്റിംഗ് അറിയപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ എന്നോടൊപ്പം ഒരു ആമേൻ പറയൂ. ഞാൻ മുഖാന്തരം ഈ മീറ്റിംഗിനകത്ത് അസാധാരണമായി ചിലത് സംഭവിക്കുകയാണ്. ഞാൻ എന്ന് മീറ്റിംഗിനകത്ത് ഒരാമയെ പറഞ്ഞത് മുഖാന്തരം ആമേശ്വരം ഈ മീറ്റിംഗ് ഏറ്റവും വലിയ സക്സസ് ആകുകയാണ്. ഞാൻ ഈ വചനങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ, ഈ സത്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ ഞാൻ മുഖാന്തരം ചിലത് ആത്മാവിൽ സംഭവിക്കുകയാണ്. പറഞ്ഞാട്ടെ വചനം കേൾക്കാതിരിക്കുന്ന ഞാൻ മുഖാന്തരം ദൈവദാസന്റെ ആത്മതലങ്ങൾ തുറന്നു വരികയാണ്. ശുശ്രൂഷ വെളിപ്പെട്ട് വരികയാണ്. ഞാൻ മുഖാന്തരം എന്റെ അടുത്തിരിക്കുന്ന ആത്മീക വ്യക്തിയുടെ ആത്മതലം ആവേശം അത് ഇൻക്രീസ് ചെയ്യുകയാണ്, അത് ഡെവലപ്പ് ആകുകയാണ്. അതിനാ ഒരു കാരണം എന്നെ ദൈവം ഇവിടെ കൊണ്ടിരുത്തിയതാണ്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിലേക്കത്തേക്ക് പോകുന്നില്ല. ആമേശ്വത്രം ഇവൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുക. ആമേശ്വത്രം തീമായി പറഞ്ഞു, ആമേശ്വത്രം എനിക്ക് നേരമില്ല, എന്റെ ജീവിതത്തിനകത്താണ് ആവശ്യം, എന്റെ അകത്താണ് ചില നടക്കാനുള്ളത്. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, നമ്മൾ തകർത്ത് ചിലത് നടക്കണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. നമ്മുടെ അകത്ത് ചിലത് നടക്കണമെങ്കിൽ നമ്മൾ തന്നെ രാത്രിയാമങ്ങളെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും നമ്മളൊരു മുൻകൈ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. എല്ലാവരും യവനെയാണ് നിരുത്സാഹപ്പെടുത്തുകയാണ്. എങ്കിലും മറ്റുള്ളവരുടെ വാക്കുകളൊന്നും ഇവൻ കൈക്കൊള്ളാതെ ഇവൻ കർത്താവിലേക്ക് മാത്രം അങ്ങ് ഫോക്കസ് ചെയ്യുകയാണ്. യേശുവിലേക്ക് മാത്രം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുകയാണ്. അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നുന്നതിന് ഉറച്ചു നിലവിളിച്ചു തുടങ്ങി. പലരും അവനെ നിഷേധിക്കാൻ തുടങ്ങി. എങ്കിലും 49-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ യേശു നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിലവിളിക്കുന്നവന് വേണ്ടി സർവശക്തൻ അവിടെ നിന്നു. നിലവിളിക്കുന്നവന് വേണ്ടി ഏകസത്യ ദൈവമായ യേശു അവിടെ നിന്നു. നിലവിളിക്കുന്നവന് വേണ്ടി തത്വത്തിന്റെ മുദ്രയായവൻ അവിടെ നിന്നു. അവന്റെ പറമ്പയായവൻ അവിടെ നിന്നു. രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ സൗഖ്യദായകൻ, നമ്മുടെ ഉടയ തമ്പുരാൻ, വാക്കുകൊണ്ട് സകലത്തെയും ഉരുവാക്കുന്നവൻ,
ങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നവൻ, സാത്താന്റെ തലയെ തകർത്തവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, അവൻ നിലവിളിയുടെ മുമ്പിൽ നിന്നു. എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നേ? ആമേ സ്തോത്രം. ദൈവം ചില ഹാർട്ടിനെയൊക്കെ ഇതിനൊക്കെ ഹൃദയങ്ങളെ ദൈവം തൊടുന്നുണ്ട്, ദൈവം ടച്ച് ചെയ്യുന്നുണ്ട്. റവലേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും കർത്താവ് ചില ഇതിനൊക്കെ തൊടുകയാണ്. ദൈവം അവനോട് പറയുകയാണ്, ഒരു ട്രാൻസ്ഫോമറിനകത്ത് ഇതുവരെ കേറാതിരുന്ന കരണ്ട് അങ്ങോട്ട് കേറുകയാണ്. ആമേ സ്തോത്രം. നിങ്ങൾ അറിയാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും, നിങ്ങൾ അറിയാതെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും, നിങ്ങൾ അറിയാതെ പാട്ട് പാടാൻ തുടങ്ങും, നിങ്ങൾ അറിയാതെ വചനം പറയാൻ തുടങ്ങും, നിങ്ങൾ വായിച്ചു മറന്നു പോയ വചനങ്ങൾ പോലും നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. ഇതാണ് ഈ സത്യത്തിന്റെ അടയാളമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. യേശു അവിടെ നിന്നു. ആമേൻ. യേശു പറഞ്ഞു, അവനെ വിളിക്ക. അപ്പോ ആരും അവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞോ? അവൻ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കർത്താവ് തന്നെ വിളിക്കുന്നു, നീ എഴുന്നേറ്റ് വാ. ഞങ്ങൾ പറഞ്ഞെങ്കിലും നിന്റെ വിളി ദൈവം കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒച്ചത്തിൽ ആമയൊക്കെ പറയുന്നതുകൊണ്ട് ആരെങ്കിലും ഒക്കെ കളിയാക്കുന്നെങ്കിൽ സാരമാക്കണ്ട. അവരുടെ നിലവിളി കേൾക്കാൻ പോകുന്നത്, ഞാൻ നിലവിളിക്കുന്ന നിന്റെ നിലവിളിക്ക് ദൈവം നിൽക്കുകയാണ്. നിന്റെ വിഷയത്തിനൊക്കെ ദൈവം പരിഹാരമായിട്ട് ഇറങ്ങി വരികയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്ക്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്റെ കർത്താവ് വിളിക്കുന്നു. 50-ാമത്തെ വാക്യത്തിനകത്ത് കയറുകയാണ്. വേഗത്തിൽ ഞാൻ പോവുകയാണ്. അവൻ തന്റെ പുതപ്പിട്ട് കളഞ്ഞിട്ട് അവൻ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു, യേശുവിന്റെ അടുക്കൽ വന്നു. യേശു ടീമായിയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന ഈ ടീമായി യേശുവിനോട് അങ്ങ് പറഞ്ഞു. 52-ാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ പോവുകയാണ്. യേശു അവനോട് പറഞ്ഞു, പോകുക. സ്തോത്രം. ഇതൊരു മറുപടിയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. പക്ഷെ ആദ്യം പറഞ്ഞ വാക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് അടുത്തു പറഞ്ഞു, ആമേൻ. ഇതങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോ തന്നെ ഉടനെ അവനെ കാഴ്ച പ്രാപിച്ചു. അവൻ യാത്രയിൽ അവനെ അനുഗമിച്ചു. ഈ 52-ാമത്തെ വാക്യത്തിനകത്ത് നിന്ന് ചിലപ്പോൾ ചില മിനിറ്റുകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വലിയ സത്യത്തെയാണ് തുറന്നു വെക്കുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സത്യം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ദൈവത്തിന്റെ വചനമാകുന്ന സത്യം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ വചനമാകുന്ന സത്യം ദീപായുടെ മുൻപിൽ നിൽക്കുകയാണ്. ആ വലിയ സത്യത്തോട് അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. സ്വതന്ത്രം. അവൻ പിന്നെ ഒന്നും മനസ്സിലായില്ല. ഉടനെ അവനെ കാഴ്ച ഉണ്ടായ. ഇട്ട് തരികയാണ്. ഇത് നിങ്ങളെ ആത്മാവിൽ കത്തിക്കണം, ഇത് നിങ്ങളെ ആത്മാവിൽ ചലിപ്പിക്കണം. ഈ സത്യം നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് രാത്രി ഒന്ന് തിരിക്കണം. ദൈവത്തിന്റെ സത്യം അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ യേശു പറയുകയാണ്, ആമേ, ദൈവത്തിന്റെ സത്യത്തിനകത്ത് നീ കാഴ്ചയുള്ളവനാണ്. നീ ആവശ്യപ്പെട്ടത് ദൈവത്തിന്റെ സത്യമാണ്. നീ ഇന്ന് കുരുടനാണെന്നുള്ള സത്യം ലോകം പറയുകയാണ്. നിന്റെ കണ്ണടഞ്ഞിരിക്കുന്നു, നീ കുരുടനാണ്. പക്ഷെ നീ ഇന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ സത്യത്തിനകത്ത് എന്ത്
ചെയ്തിട്ടുണ്ടോ അത് നിനക്കായി തീരണമെന്നാണ്. ഇന്ന് രാത്രി അത് ആത്മമണ്ഡലങ്ങളിൽ ക്യാച്ച് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് പ്രൈസ് ചെയ്യേ. ഇന്ന് രാത്രി കാലം ഒന്ന് പറയ, ഞാൻ ചില സത്യങ്ങളെ എന്റെ അകത്ത് തുറന്നു കാണിക്കുവാൻ ഞാൻ പോകുകയാണ്. പറഞ്ഞാട്ടെ ദൈവമേ, സ്വർഗത്തിലെ ഇഷ്ടം ആ സത്യം എന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. സ്വർഗത്തിലെ സത്യം എന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. സ്വർഗത്തിലെ സത്യം എന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. എന്റെ പരിമിതമായ കാഴ്ചകൾ പൊട്ടട്ടെ. ഇന്ന് രാത്രി മുതൽ ഞാൻ യേശുവിനെ എന്റെ കണ്ണ് കൊണ്ടത് കാണട്ടെ. നിങ്ങൾക്ക് ബൈബിളിനകത്ത് യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശു പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, ആമി സ്വർഗത്തിനകത്ത് കെട്ടിയത് ഭൂമിയിലും കെട്ടപ്പെട്ടിരിക്കും, സ്വർഗത്തിനകത്ത് കെട്ടഴിഞ്ഞത് ഭൂമിയിൽ കെട്ടഴിഞ്ഞിരിക്കും. ആ വചനം ഞാൻ ചേർത്തൊന്ന് ഇതൊന്ന് പറയട്ടെ. ഭീമായി, നീ അവിടെ കെട്ടഴിഞ്ഞവനാണ്. നീ ഇവിടെ കെട്ടോടുകൂടി നടക്കേണ്ടവനല്ല. നീ കെട്ടഴിഞ്ഞ് കാഴ്ച പ്രാപിച്ച് അവിടെ നിന്റെ പേര് കുരുടൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. നീ കാഴ്ച കാണുന്നവനായിട്ട് സ്വർഗം നിന്നെ എഴുതിയിരിക്കുമ്പോൾ നിന്നെ പലര് തടഞ്ഞെങ്കിലും നിന്നെ യേശുവിന്റെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇവൻ വെളിപ്പെട്ടു വരാനാണ്. ഇവിടെ ദൈവം ചിലത് ചലിപ്പിക്കുകയാണ്. പറഞ്ഞാട്ടെ എന്നെ കുറിച്ച് ദൈവം ചിലത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നെ കുറിച്ച് ദൈവം ചിലത് എഴുതി വെച്ചിരിക്കുകയാണ്. അത് എന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അസാധാരണമായ വെളിപ്പാടിന്റെ ഒരു തലം കൊണ്ട് ദൈവാത്മാവിനെ നിറച്ചു. സ്തോത്രം. സ്നാപക യോഹന്നാൻ മത്തായി സുവിശേഷം അതിന്റെ 3-ാം അധ്യായം, അതിനകത്ത് യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് ആമേൻ സ്തോത്രം ഹാലേലൂയ പറഞ്ഞിരിക്കുന്നത്. സ്നാപക യോഹന്നാൻ ആമേൻ സ്തോത്രം ഹാലേലൂയ അവിടെ പറയുന്ന പ്രസംഗമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഈ സ്നാപക യോഹന്നാൻ അവിടെ നിന്ന് പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന ദൈവകോപത്തെ വിട്ടൊഴിയേണ്ടതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നാനപ്പെടണം. ഹല്ലേലൂയ. അപ്പോ സർപ്പസന്തതിയെ ദൈവസന്തതിയാക്കുന്നതാണ് സ്നാനം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അത് ആത്മാവിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വചനങ്ങളൊക്കെ എടുത്തൊന്ന് സാധാരണ ഭാഷയെ പറഞ്ഞത്. സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പസന്തതിയായിട്ടുള്ള നിന്നെ ദൈവസന്തതിയാക്കുന്നതാണ്. ഇന്ന് രാത്രികാലം ആ വെളിപ്പാടൊന്ന് ഏറ്റെടുക്കാമോ? ഞാൻ സ്നാനപ്പെടുന്നതിനകത്തുകൂടെ ഞാനൊരു ദൈവ പൈതലായിട്ട് മാറുകയാണ്. തോന്നില്ല? ഭയങ്കര വിഷയമാണ് സർപ്പസന്തതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആദാമ മുതലുള്ള പാപത്തിന്റെ ശമ്പളം മാത്രമല്ല, അതിന്റെ പലിശയുടെ പലിശ, കൂട്ടുപലിശ, ഇതൊക്കെ തലമുറയെ കിടക്കുകയാണ്. അർത്ഥം, സ്നാനം നിന്റെ പാരമ്പര്യ ശാപങ്ങളെ അഴിച്ച്, രക്തത്തിനകത്തോടുള്ള ശാപത്തെ അഴിച്ച്, ഭൂമിക്കകത്ത് കയറി വന്ന നിന്റെ ശാപത്തെ അഴിച്ച് നിന്നെ ആ സർപ്പശാപത്തിനകത്ത് നിന്ന് അഴിച്ച്, അർത്ഥം പാപത്തിനകത്ത് നിന്ന് നിന്നെ അഴിച്ചു മാറ്റി ദൈവം നിന്നെ ദൈവസന്തതിയാക്കുന്ന ഒരു വലിയ കർമ്മമാണ് സ്നാനം. ഇന്ന് രാത്രിക്കാലം നീ എന്ന സത്യത്തിനകത്ത് കയറി വരാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇന്ന് രാത്രിക്കാലം പറ, നിനക്ക് ആരായി മാറണം? നിനക്ക് എന്തായി മാറണം? സ്വർഗത്തിൽ എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത്, യേശു പറഞ്ഞു, ഞാൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ ഇവിടെ കണ്ടു, അതുകൊണ്ട് ഈ തിരുവെഴുത്തിന് ഇവിടെ നിവർത്തി വന്നിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങളാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പോ സ്നാപക യോഹന്നാൻ അവിടെ പറയുകയാണ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാനിൽ അവനാൽ സ്നാനമേറ്റു. സ്തോത്രം. അപ്പോ അതിനകത്തൊക്കെ ഭയങ്കര കാര്യങ്ങൾ കിടക്കുകയാണ്. നമ്മൾ എത്ര പ്രയത്നിച്ചിട്ടും എത്ര
പാപയാഗങ്ങൾ അർപ്പിച്ചിട്ടും ഒരിക്കലും മനുഷ്യനെ വിട്ടുപിരിയാതെ അവന്റെ ജീവിത ശൈലിയോട് ചേർന്ന് കിടക്കുന്ന എത്ര വലിയ പാപവും മാറ്റം വരുത്താൻ കഴിയാതെ കിടക്കുകയാണ്. പിന്നെ മനുഷ്യൻ പാപിയായിട്ട് കിടക്കുകയാണ്. പക്ഷെ അതിനർത്ഥം നീ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ പാപം മൊത്തം ദൈവം നിന്റെ കണ്ണിൽ പൊളിച്ചു മാറ്റുന്നല്ലേ? ഇതാമേ പറയാൻ പറ്റുമോ? അതിനകത്തോട്ടൊന്ന് കേറ, വെളിപ്പാടിനകത്തോട്ടൊന്ന് ആത്മതലത്തിലോട്ടൊന്ന് കേറ. എന്റെ കൺമുമ്പിൽ ആമേശ്വരം എന്റെ ജീവിതം മാറില്ലെന്ന് പറയുന്നത് മനുഷ്യനാണെങ്കിൽ പാപിയാണ്, ആമേൻ അത് സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഇനി എന്നെ അതിനകത്ത് കെട്ടിയിടാൻ പറ്റില്ല. ഞാൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോ വർഷങ്ങൾ കൊണ്ടുള്ള പാരമ്പര്യങ്ങൾ പോലും ഒരൊറ്റ സെക്കൻഡിൽ പൊളിച്ചു കളയുന്ന ഒരു ദൈവിക പദ്ധതിയാണ് സ്നാനമെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഈ രക്ഷ എത്ര ദൈവം അതെത്ര മനോഹരമായി ദൈവം തന്റെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. ആ വെളിപ്പാടിനകത്തോട്ടൊന്ന് കേറ്. ആമേൻ തീമായി പറഞ്ഞു എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു പറഞ്ഞതിനർത്ഥം സ്വർഗത്തിൽ നീ കാഴ്ചയുള്ളവനാണ്, നീ പറഞ്ഞത് സത്യമാണ്. നീ ഇവിടെ കുരുടനാണെങ്കിലും നീ ആ സത്യത്തെ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അവനോട് സൗഖ്യമാകാൻ പറഞ്ഞില്ല. യേശു പറഞ്ഞു ആ സത്യം നിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. എന്തോ മനസ്സിലായി. ആമേൻ. യേശു എന്ന ദൈവത്തിന്റെ വലിയ സത്യം, ആ സത്യം ആമേൻ കുരുടനല്ല എന്നുള്ള ആ സത്യത്തെ അവന്റെ അകത്ത് പുറത്തു കൊണ്ടുവന്നു. രാത്രികാലം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യേശു എന്ന വലിയ സത്യം നീ എന്ന സത്യത്തെ പുറത്തു കൊണ്ടുവരികയാണ്. യേശു എന്ന വലിയ സത്യം നീ എന്ന യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരികയാണ്. നീ ഇന്ന് ഒതുങ്ങുന്നവനായിരിക്കാം, നീ ഇന്ന് ഒതുങ്ങുന്നവളായിരിക്കാം. ഇല്ല, നിന്നെ കുറിച്ച് ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. നീ സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ സമ്പത്തിനെ ഒത്തിരി വിടുതലുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു ആമേൻ സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നീ ഇങ്ങനെയല്ല, നീ സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ നീ ഭൂമി വെളിപ്പെട്ട് വരണം. അതെ, നിന്റെ ചരിത്രം മാറാൻ വേണ്ടി പോവുകയാണ്, നിന്റെ ജീവിതം മാറാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ സത്യം ഇന്ന് രാത്രി എന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഇവൻ അറിയാവുന്ന ഒരു സത്യമുണ്ട്, ഞാൻ കുരുടനാണ്. നാട്ടുകാര് പറയുന്ന ഒരു സത്യമുണ്ട്, ഇവൻ കുരുടനാണ്. വീട്ടുകാര് പറയുന്ന ഒരു സത്യമുണ്ട്, ഇവൻ കുരുടനാണ്. ആമേൻ. ഇവനൊരു ആമേൻ അമേ പെണ്ണ് പോലും കിട്ടില്ല. പക്ഷെ നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ് കേട്ടോ. ആമേ പറയാ. പ്രത്യേകിച്ച് കർത്താവ് എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. ആരുടെങ്കിലും ഒരു സംബന്ധത്തിന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ അവരെ കല്യാണം രാത്രികാലം ആരോടൊക്കെ കർത്താവ് ഇടപെടുകയാണ്, നിന്റെ ജീവിതം മാറാൻ വേണ്ടി പോവുകയാണ്. ആമേൻ ആമേൻ. മനുഷ്യൻ അടച്ചതിനെയൊക്കെ ദൈവം പറയുകയാണ് ഇതൊക്കെ മനുഷ്യൻ അടച്ചിട്ടില്ല, പക്ഷേ നീ ജനിക്കുന്ന മുമ്പ് ദൈവം നിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷേ നീ യേശുവിനെ കണ്ടുമുട്ടാൻ വൈകിയത് കൊണ്ട് ഇതൊക്കെ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണ്. ഇതാ നിന്റെ മുമ്പിൽ ജീവിതത്തിൽ നാളെ വരെ അടഞ്ഞു കിടന്ന സകലവും ദൈവം നിന്റെ മുമ്പിൽ തുറന്നിടുകയാണ്. ഇന്ന് വരെ നീ കേട്ടത് നീ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് വരെ കേട്ടത് നീ കാണാൻ വേണ്ടി പോവുകയാണ്. അവൻ ദാവീദ് പുത്രനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആ അറിവുണ്ട്. ആ ദാവീദ് പുത്രൻ അവന്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ അതിനെ കാണുവാൻ, ആ കർത്താവിനെ കേൾപ്പിക്കുവാൻ അവൻ ഉറക്കെ വിളിച്ചപ്പോൾ, അവൻ അതിനു വേണ്ടി മുൻകൈ എടുത്തപ്പോൾ അവൻ കേട്ടത് അവന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. നിങ്ങൾ ഇതിന്റെ സത്യം ഒന്ന് മനസ്സിലാക്കുമോ? യേശു ഇവനെ കാഴ്ച കൊടുത്ത സമയത്ത് ഇവനെ ആരെയായിരിക്കും ആദ്യം കണ്ടത്? കണ്ണൊക്കെ എന്തോ ഭാഗ്യമുള്ള കണ്ണാണ്. അവൻ ആ ദൈവരാജ്യത്തിന്റെ മഹത്വമായവൻ ഇറങ്ങി നിൽക്കുന്നത്. ആ തലമുറ ജീവിച്ചവരൊക്കെ എന്തോ ഭാഗ്യമുള്ളവരാണ്. കർത്താവിനെ നേരിട്ട് കണ്ടവരാണ്, ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ നേരിട്ട് കണ്ടവരാണ്. അങ്ങനെയെങ്കിൽ ആ ഭാഗ്യം തീമായുടെ കണ്ണിൽ വെളിപ്പെട്ട് വരികയാണ്. ഓ, അത് നിന്റെ ജീവിതത്തിനകത്ത് എഴുതി വെച്ചിരിക്കുമ്പോ കുരുട നിനക്കൊരു പ്രശ്നമല്ല. ഇന്ന് രാത്രി ദൈവം അത് അഴിച്ചു മാറ്റി നിന്നെ നീയായിട്ട് ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. Jesus. Hallelujah. Give me the Spirit. ഇന്ന് രാത്രികാലം പറയാ എന്തൊക്കെയോ എന്റെ പേരിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്.
ഇന്ന് വരെ എന്നെ കുരുടനായവനെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇനി കണ്ണ് കാണുന്നവൻ ധീമായി എന്ന് ആരും പറയില്ല. യേശു വിടുവിച്ച ധീമായി എന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. യേശു ജീവിതം മാറ്റിയ ധീമായി എന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. യേശു കണ്ണു തുറന്ന ധീമായി എന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. യേശു പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അത് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. യേശുവിനെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, മനസ്സിനകത്താക്കാൻ തുടങ്ങുമ്പോൾ ആ സത്യം നിങ്ങളുടെ അകത്ത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചലിക്കാൻ തുടങ്ങും. ആ സത്യം നിങ്ങളുടെ DNA-ക്കകത്ത് തോടാൻ തുടങ്ങും. ആ സത്യം നിങ്ങളുടെ ബ്ലഡിനകത്ത് തോടാൻ തുടങ്ങും. നിങ്ങൾക്കൊരു ട്രൂത്ത് ഞാൻ പറയട്ടെ. ആമേൻ. ഞങ്ങളുടെ കൂട്ടുവേലക്കാരിയായ ജോമോള ഓരോ പ്രാവശ്യവും കൗണ്ട് നോക്കുമ്പോൾ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കൗണ്ട് 27,000 കഴിഞ്ഞ ആഴ്ചയും സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഈ ആഴ്ചയും സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ കൂടെ നൈറ്റ് ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്, ആത്മാവിൽ പാട്ട് പാടുന്നുണ്ട്, പല പ്രതികൂലങ്ങൾ വരുന്നുണ്ട്. ഇന്ന് ദൈവദാസൻ വെയിറ്റ് നോക്കിയിട്ട് ദൈവദാസൻ പറയുകയാണ്, വെയിറ്റ് കൂടിയിട്ടുണ്ട്. പറഞ്ഞാട്ടെ, എന്നെ കുറിച്ച് ഇന്ന് ഞാൻ കാണുന്ന ചില കള്ളത്തരങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. ദൈവത്തിന് എന്നെ കുറിച്ച് ചില സത്യത്തെ അറിയാം. ദൈവത്തിന് എന്നെ കുറിച്ച് ചില വെളിപ്പെടാൻ പോകുന്ന സത്യത്തെ അറിയാം. എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായത് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അത് സ്വർഗത്തിനകത്തുള്ളതായത് കൊണ്ട് അത് ഏറ്റവും മനോഹരമായിരിക്കും. എനിക്കറിഞ്ഞുകൂടെ എത്ര ലളിതമായിട്ടാണ് ഞാനിത് പറയുന്നത്. സാധാരണ ദൈവിക വെളിപ്പാടുകളൊക്കെ തരുമ്പോൾ ആമേൻ സ്തോത്രം, മഹാമേൻ അവരൊക്കെ പറയും, പാസ്റ്റർ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഇതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ പാടാണ്. പക്ഷെ എന്തോ നിങ്ങളടുത്ത് ദൈവം വളരെ ലളിതമായിട്ടാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. വളരെ ഫ്രീ ആയിട്ട് ദൈവത്തിന്റെ സത്യം കൊണ്ട് ദൈവം നിങ്ങളെ മാറ്റാൻ വേണ്ടി പോകുകയാണ്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവദാസിക്ക് കൗണ്ട് കുറവാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഇതൊരു കള്ളമാണ്. ഒരു സത്യം എഴുതി വെച്ചിരിക്കുന്നു. ഇന്ന് ദൈവദാസൻ വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്ററെ 5 കിലോ കൂടിയിട്ടുണ്ട്, ഇതൊരു അത്ഭുതമാണ്. പക്ഷെ കൗണ്ട് പറഞ്ഞു, ആമേൻ കൗണ്ട് കുറഞ്ഞെന്ന് പറയുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വെയിറ്റ് കൂടിയെങ്കിൽ ബ്ലഡും വർദ്ധിച്ചിട്ടുണ്ട്, കൗണ്ടും കൂടിയിട്ടുണ്ട്. ആ സത്യം ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടറിഞ്ഞതുമായ യേശുവിനെയാണ് ഞങ്ങൾ നിങ്ങളോട് സാക്ഷി. ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാത്രികാലം യേശു നിങ്ങളെ സത്യത്തിനകത്ത് കൊണ്ടുവന്ന് നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതാണ് ആ സത്യം? നസറനായ യേശു ക്രിസ്തു. ആ സത്യത്തിനകത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. ആ സത്യത്തിനകത്തേക്ക് ദൈവം നിങ്ങളെ ആകർഷിക്കുകയാണ്. എന്തിനാണെന്നറിയട്ടെ? ആമേൻ സ്തോത്രം, ദൈവം നിങ്ങളെ ഒരു വലിയ സത്യത്തിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ആരോ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാള് അമ്മ തുടർന്നുള്ള സമയങ്ങളിൽ ഈ മെസ്സേജ് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഷിപ്പുമായുള്ള ബന്ധത്തിൽ ദൈവം ഒരു ജോലി ഒരുക്കുകയാണ്. ഷിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ഒരു ജോലി നിങ്ങൾക്ക് ഒരുക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ കാണുന്നു 50-ലധികം പേര് ഇനിയുള്ള മീറ്റിങ്ങുകളൊക്കെ ഭയങ്കര ഡെലിവറൻസ് ആയിരിക്കും. 50-ലധികം പേര് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിനെ ഇങ്ങനെ കാണിക്കുന്നു. പറ മെസ്സേജ് വരികയാണ്. ഈ മെസ്സേജ് കേട്ടതിന് ശേഷം സ്തോത്രം, എന്റെ ജീവിതത്തിനകത്ത് ആ സത്യം വെളിപ്പെട്ട് വന്നു. ഞാൻ ജോലി ഇല്ലാത്തവനല്ല, ഞാൻ ജോലി ഉള്ളവനാണെന്നുള്ള സത്യം യേശുവിൽ വെളിപ്പെട്ട് വന്നു. രാത്രികാലം കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാമോ? രാത്രികാലം വളരെ ലളിതമായിട്ടാണ് ഞാൻ ഈ സത്യത്തെ നിങ്ങളുടെ അകത്ത് പറഞ്ഞത്. എനിക്കിങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ആ നിഷ്ഠോളം ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന ആത്മീക വെളിപ്പാടുകൾ ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവ്, കാണിച്ച ഈ ലളിതമായ ഭാഷയുടെ ഈ വിവരണത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്ന അർത്ഥം നിങ്ങൾക്കിത് നഷ്ടപ്പെട്ടു പോകല്ലെന്ന് ദൈവം അത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഭീമായുടെ അടുത്തൊരു വലിയ സത്യം ഇറങ്ങി വന്നു. ആ സത്യത്തിന്റെ പേരാണ് യേശു. ആ സത്യം അവന്റെ അകത്തുള്ള സത്യത്തെ തുറന്നു. യേശുവിനോട് അവൻ പറഞ്ഞു, കാഴ്ച പ്രാപിക്കണം. യേശു പറഞ്ഞു,
നീ കാഴ്ചയുള്ളവനാണ് എന്നാണ് അതിനർത്ഥം. ദൈവത്തിന്റെ കൺമുമ്പിൽ നീ സക്സസ് ആണ്. ദൈവത്തിന്റെ കൺമുമ്പിൽ നീ വിജയിച്ചിരിക്കുകയാണ്. നീ പരാജയപ്പെട്ടവനല്ല. ഇന്ന് ആരെങ്കിലും നിലവിളിക്കുന്നവര്, ജീവിത സാഹചര്യത്തിനകത്ത് കരയുന്നവര്, ഭാരപ്പെടുന്നവര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ സത്യം നിങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ പോയിട്ടുപോയവരല്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോയവരല്ല, നിങ്ങൾ ക്രിസ്തുവിലൊരു ജയാളിയാണ്. നിങ്ങൾ ക്രിസ്തുവിലൊരു സക്സസ് പേഴ്സൺ ആണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങൾ വിജയങ്ങൾ കയറി വരികയാണ്. സമർപ്പിക്കാമോ? ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വാക്കുകൾ വളരെ ക്ഷമയോടെ കേട്ടാൽ ഇത്രയും നേരം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ചിലത് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവം ചിലത് ചെയ്യുകയാണ്. കർത്താവ് ഇവർക്ക് വേണ്ടി ചിലത് ചെയ്യുകയാണ്. കർത്താവെ, ഇന്ന് ഈ വചനം വായിക്കുമ്പോൾ ഞങ്ങൾ മറ്റൊരു സത്യം കൂടെ ഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വരവെന്ന് പറയുന്ന വലിയ സത്യം ഞങ്ങളുടെ കൺമുമ്പിൽ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പാഴാക്കാതെ ഞങ്ങളുടെ സ്ഥാനം ഞങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ സത്യത്തിൽ ശോഭിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രികാലം എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. വചനം കേട്ട് എല്ലാവരെയും ഞാൻ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ദുലേഖ ആന്റിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അധികം കർത്താവിൽ പ്രയോജനപ്പെടട്ടെ, അധികം കർത്താവിന് വേണ്ടി ഓടട്ടെ, അധികം ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടട്ടെ, അനേകർക്ക് താഴെ ആശ്വാസമായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സത്യം അവിടെ ഫിനാൻസിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സത്യം അവരുടെ ശുശ്രൂഷകൾ വെളിപ്പെട്ട് വരട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സത്യം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അതുപോലെ ഞങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് പ്രയർ ഗ്രൂപ്പിന്റെ പങ്കെടുക്കുന്ന എല്ലാവരും ഞങ്ങൾ അങ്ങനെ അതുപോലെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം എല്ലാവരും മാനിച്ചാട്ടെ. ഇന്ന് രാത്രികാലം തുടർന്നായിരിക്കുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിനകത്തും ദൈവത്തിന്റെ സത്യം ഓപ്പണായി വരട്ടെ. യോസേഫ് ഒരു സത്യം കണ്ടു, അവന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്നു മുതൽ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഓപ്പണായി വരട്ടെ. ദൈവം ചലിച്ചതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി മീറ്റിംഗിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താക്കി മാറ്റണം. എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.